കൂട്ടുകാരെ, പാണ്ടിപ്പത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ എല്ലാവരും കാണണം. വരയാറ്റുമുട്ടിട്ടൊക്കെ നല്ലൊരു വ്യൂ ഇതായി കാണുന്നുണ്ട്. കണ്ടോ, നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ കാണാൻ നമുക്ക് പറ്റി. ചിലപ്പോഴൊക്കെ മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ എന്തായാലും അത് മാറിയിട്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ക്യാമ്പ് ഷെഡാണിത്, നമ്മളെ പാണ്ടിപ്പത്തിലെ. വളരെ വിശാലമായിട്ട് താമസിക്കാനൊക്കെ സൗകര്യമൊക്കെ ഉള്ള ഷെഡാണ്. ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നില്ല. ചുറ്റിനും വാരിക്കുഴിയൊക്കെ ഉണ്ട്, ആന ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടിയുള്ള ഒരു ക്യാമ്പ് ഷെഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ഈ വീഡിയോയിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ നിലവിൽ ട്രക്കിങ്ങോ ക്യാമ്പിങ്ങോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു വർക്കിന്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടി സാധിച്ചതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കേണ്ട. പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് എല്ലായിടും ഒന്ന് കണ്ടു തിരിച്ച് മടങ്ങിയെന്നേ ഉള്ളൂ. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമുള്ള ട്രക്കിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് അധികം ആനിമൽ വാച്ചിങ്ങോ ഒന്നും കിട്ടിയില്ല, കാണാൻ പറ്റിയില്ല. അത് നമ്മൾ കയറിയ സമയം അങ്ങനെയായിരുന്നു, ഉച്ച സമയത്തായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ഈ വെയിലത്ത് വന്യമൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇഷ്ടം പോലെ കാട്ടുപോത്തുകളെ കാണാൻ പറ്റുന്നൊരിടം കൂടെയാണ് പാണ്ടിപ്പത്ത്. പഴയ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാണ്ടിപ്പത്തിന്റെ ആ ഒരു വൈബ്. അത്രയ്ക്ക് 100-ലധികം കാട്ടുപോത്തുകളെയൊക്കെ ഒരുമിച്ച് കാണാൻ സാധിച്ചിട്ടുള്ള സ്ഥലം കൂടെയാണ് പാണ്ടിപ്പത്ത്. ഇതേ കാണുന്ന കണ്ടോ, ആ സൈഡ് കാണുന്നതൊക്കെ നമ്മുടെ അഗസ്ത്യാർകൂടം, ആന നിരത്തി ആ ഭാഗമാണ് ഈ കാണുന്നത്. അതേപോലെ മേഘം കയറി മൂടി നിൽക്കുന്ന ഭാഗം കറക്റ്റ് അഗസ്ത്യാർകൂടത്തിന്റെ ആ ഭാഗമാണ്. ആ മലകൾ കാണാൻ പറ്റാത്തത് മേഘത്തിന്റെ മൂടൽ കാരണമായിട്ടാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ തൊട്ട് താഴെ കാണുന്ന വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അത് നമ്മുടെ തൊട്ട് താഴെ പേപ്പാറ ഡാമിന്റെ ഒരു വ്യൂ ആണ് ഇതേ കാണുന്നത്. എല്ലാം പുറമെ പ്രധാനപ്പെട്ട 2 നദികളുടെ ഉത്ഭവ സ്ഥാനം കൂടെ ഇവിടെയാണ്, വാമനപുരം നദിയും കരമനയാറിന്റെയും. അപ്പോൾ ഞങ്ങൾ അത് തേടി കുത്തനെ താഴോട്ട് ഇറങ്ങുക ഒരു കാടിനുള്ളിലൂടെ. അത് കാണാനുള്ള ഒരു കാഴ്ച നമുക്ക് എന്തായാലും, ഒരു ഭാഗ്യം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. 2 നദികളുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ആ വെള്ളം കോരി കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇത്തിരി കുത്തനെ വേങ്കാടുകളുടെ ഇടയുടെ കൂടെ താഴോട്ട് ഇറങ്ങണം. ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു താഴോട്ടുള്ള ഇറക്കം. എന്നാലും നമ്മൾ ആ ഒരു കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. അങ്ങനെ അതിന്റെ ഉത്ഭവ സ്ഥാനം കാണാൻ പറ്റി. നിങ്ങളെ കാണിക്കാനും കൂടെ പറ്റി. അതാണ് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം. നിങ്ങളെ കൂടെ കാണിക്കാൻ പറ്റില്ല, അതിയായ സന്തോഷം എനിക്കുണ്ട്. അടുത്ത് നമ്മൾ പാണ്ടിപ്പത്തിന്റെ 10ാം കല്ല് തേടിയാ പോകുന്നത് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 7ാം കല്ലും കണ്ടായിരുന്നു, 9ാം കല്ലും കണ്ടായിരുന്നു, 8 കണ്ടില്ല. ഇതാണ് കറക്റ്റ് 10ാം കല്ല്, പാണ്ടിപ്പത്ത് എന്നറിയപ്പെടുന്ന 10ാം കല്ല്. ഇത് ഈ ഇരിക്കുന്നതാണ്. ഇതാണ് നമ്മളെ ബോർഡർ. ഇതിനപ്പുറം മുണ്ടൻതുറൈ ടൈഗർ റിസർവ് ആണ്. അങ്ങനെ നമ്മൾ 10ാം കല്ല് എത്തിയിട്ടുണ്ട്. ഇതാണ് 10ാം കല്ല്, കണ്ടില്ലേ? 10 കല്ലിൽ നിന്നും രതീഷ് ചേട്ടൻ, വിഷ്ണുവർദ്ധൻ, ഉണ്ണിച്ചേട്ടൻ, പിന്നെ ഞാനും, ക്യാമറാമാൻ കിരൺ. ഓക്കെ, നമ്മളെ 10ാം കല്ല് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ കാലേക്കുന്ന തമിഴ്നാട്ടിലോട്ടാണ്. ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയ ആണ്. മുണ്ടൻതുറൈ ടൈഗർ റിസർവിന്റെ ക്യാമ്പ് ഷെഡാണ് മേലെ കാണുന്നത്. ഇതാണ് മുണ്ടൻതുറൈ ടൈഗർ റിസർവിന്റെ ക്യാമ്പ് ഷെഡ്. പഴയതാണിത്. ഇപ്പോൾ അവർ പുതിയതായിട്ട് അവിടെയായിട്ടാണ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതേ ഒരു വഴി കാണുന്ന കണ്ടോ, അത് മുണ്ടൻതുറയിന്ന് ഇതിന്റെ മേലെ വരെ വരാനായിട്ടുള്ള ഒരു വഴി അവർ വെട്ടിയിട്ടുണ്ട് തമിഴ്നാട് ഫോറസ്റ്റ്. ഒരു വലിയ കാട്ടുപോത്തിന്റെ കൊമ്പൂടെ വെളിപ്പുണ്ട് കേട്ടോ, ഒത്തിരി വലുതാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മളെ മുണ്ടൻതുറൈ ടൈഗർ റിസർവിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മള് പാണ്ടിപ്പത്തിലേക്ക്, ആ 10ാം കല്ല് കണ്ടില്ലേ, അതുവഴി പാണ്ടിപ്പത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഭയങ്കര രസമാട്ടോ കാണാൻ. പുൽമേട്, എല്ലായിടത്തും പുൽമേടാ. പിന്നെ കാട്ടുപോത്തുകളൊരു വികാര കേന്ദ്രവും കൂടെയാണ്. ഉച്ച സമയം ആയതുകൊണ്ടാണ് ഒന്നിനെ കാണാത്തത്. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് കഴിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഓക്കെ, ബൈ ബൈ.